നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിദേശ വ്യാപാര കമ്മി വളരെ ഉയർന്ന തോതിൽ നിൽക്കാനുള്ള പ്രധാന കാരണങ്ങൾ രണ്ടാണ്. അതിലൊന്ന് ക്രൂഡ് ഓയിലും മറ്റേത് സ്വർണത്തിന്റെയും ഇറക്കുമതിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉപഭോഗമുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ആവശ്യമായതിന്റെ 85%-ലേറെയും ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. സ്വർണത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വില കൊടുത്ത് നമ്മൾ ഇതൊക്കെ വാങ്ങേണ്ടി വരുന്നത്. 2024 മാത്രം ഇന്ത്യ 712.1 ടൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. അളവിൽ 2023 744 ടണ്ണുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ആകെ മൂല്യത്തിൽ 21% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 712.1 എന്ന ഈ ടണ്ണെന്ന് പറയുന്നത് $52 ബില്യൺ ചെലവഴിച്ചിട്ടുണ്ട്. സ്വർണ്ണവിലയിലെ ഈ വർധനവാണ് മൂല്യത്തിലെ ഈ വർധനവിന് പ്രധാന കാരണമായി മാറിയത്. പുതിയ സ്വർണ്ണ ഖനികളൊന്നും പ്രവർത്തനക്ഷമം ആകാത്തതിനാൽ വരും വർഷങ്ങളിലും ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയുടെ അളവ് ഉയർന്നു തന്നെ നിൽക്കും. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ സ്വർണ്ണ ഖനന പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരിടത്ത് നിന്നും ഉൽപാദനം തുടങ്ങിയിട്ടില്ല. നിലവിൽ രാജ്യത്ത് കർണാടകയിലെ ഹട്ടി ഖനിയിൽ നിന്ന് മാത്രമാണ് സ്വർണ്ണ ഉൽപാദനം നടക്കാറുള്ളത്. പുതിയ സ്വർണ്ണ ഖനികളുള്ള അന്വേഷണം രാജ്യത്ത് എമ്പാടും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ വിവിധ നദികളിലും സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വയനാടൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലിയാർ ഇതിന് പ്രധാന ഉദാഹരണമാണ്. അത്തരത്തിൽ ലോക പ്രശസ്തി ആർജിച്ച ഇന്ത്യയിലെ ഒരു നദിയാണ് സുവർണരേഖ നദി എന്ന് പറയുന്നത്, അഥവാ സ്വർണരേഖ നദി എന്ന് അറിയപ്പെടുന്നു. സുവർണരേഖ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്വർണം ഒഴുകുന്ന ഈ നദി ജാർഖണ്ഡിലെ റാഞ്ചി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ഏകദേശം 474 കിലോമീറ്റർ നീളമുള്ള സുവർണരേഖ പുരാതന കാലം മുതൽ സ്വർണത്തിന്റെ സാന്നിധ്യത്തിന്റെ പേരിൽ കേട്ടതാണ്. തീരങ്ങളിലും നദീതടങ്ങളിലും സ്വർണ്ണ കണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടുകൂടിയാണ് നദിക്ക് സുവർണരേഖ എന്ന പേര് ലഭിക്കുന്നത്. പുരാതന കാലം മുതൽ തന്നെ സുവർണരേഖയുടെ തീരങ്ങളിൽ നിന്ന് ആളുകൾ ചെറിയ തോതിൽ സ്വർണം ശേഖരിച്ചിട്ടുണ്ട്. നദിയിലെ മണലിൽ നിന്ന് പൊടി സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്ലേസർ മൈനിങ് രീതി ഇന്നും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആധുനിക രീതിയിൽ സ്വർണം ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ നടന്നിരുന്നുവെങ്കിലും ഇവിടത്തെ സ്വർണ്ണ നിക്ഷേപങ്ങൾ വ്യാവസായിക ഖനനത്തിന് അനുയോജ്യമല്ല എന്ന വിലയിരുത്തലാണ് ഉണ്ടായത്. സ്വർണത്തിന്റെ സാന്ദ്രത താരതമ്യേന കുറവാണ് എന്നതാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഖനനത്തിന് തടസ്സമാകുന്ന പ്രധാന വെല്ലുവിളി. പക്ഷേ ഇപ്പോഴും നദീതടങ്ങളിൽ നിന്ന് പരമ്പരാഗത രീതിയിൽ സ്വർണം വേർതിരിച്ചെടുക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നദിയിൽ നിന്ന് മണൽ ഖനനത്തിന് ഉൾപ്പെടെ വിലക്കുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ ഇവിടെ സ്വർണം തിരഞ്ഞ് എത്താറുണ്ട്. സ്വർണ്ണത്തരികൾ കിട്ടിയെന്ന് അവകാശപ്പെട്ട് പലരും രംഗത്ത് വന്നിട്ടുമുണ്ട്. നദിയിൽ നിന്നും കിട്ടുന്ന മണലിൽ നിന്നും സ്വർണം വേർതിരിക്കുന്നത് ഇവിടത്തെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മുഖ്യ തൊഴിലുകളിൽ ഒന്നാണ്. ദിവസം മുഴുവൻ പണിയെടുക്കുന്ന ഒരു വ്യക്തിക്ക് ശരാശരി 20 മുതൽ 60 വരെ സ്വർണ്ണത്തരികൾ ഒരു മാസം ലഭിച്ചേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. മൺസൂൺ സീസൺ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഇവിടെ തിരച്ചിൽ നടക്കാറുമുണ്ട്. സമ്പൂർണ്ണരേഖ നദിയിലെ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുമുണ്ട്. ചില വിദഗ്ധർ വാദിക്കുന്നത് സമ്പൂർണ്ണരേഖയുടെ പോഷക നദിയായ കർക്കരി നദിയിൽ നിന്നാണ് ഈ സ്വർണം പ്രധാനമായും എത്തുന്നത് എന്നുള്ളതാണ്. കാരണം നദിക്കരയിൽ, അതായത് ഈ കർക്കരി നദിയിലെ മണലിൽ മുൻപ് സ്വർണത്തിന്റെ അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സുവർണരേഖ നദി ഏകദേശം 474 കിലോമീറ്റർ നീളമുള്ളതാണ്. അതേസമയം പോഷക നദിയായ കർക്കരിക്ക് 37 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. എന്തായാലും സ്വർണം ഒഴുകുന്ന നദി എന്ന ഈ സ്വർണ്ണ നദി അല്ലെങ്കിൽ സുവർണ നദി എന്ന് പറയുന്ന ഈ നദി എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത്. ഈ നദിക്ക് ചുറ്റിപ്പറ്റി നിരവധി അനവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് എപ്പോഴും പറയാനുള്ളത്.